അപ്പോൾ തമ്മിൽ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തോ ഗാർഡൻ വീഡിയോ ആണെന്നുള്ളത്. ഇപ്പം ഗാർഡൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പം ഓണകാലമൊക്കെ വരുമല്ലേ, അപ്പം നമ്മുടെ മുറ്റമൊക്കെ എന്താ വേണം, നല്ല ചെടികളും പൂക്കളും ഒക്കെ കൊണ്ട് നമ്മൾ നല്ല വൃത്തിയാക്കണം നമ്മുടെ മുറ്റമൊക്കെ. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് കൃഷിയോ പാചകമോ അല്ല, പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് നമ്മൾ കുറച്ച് ചെടികളൊക്കെ വയ്ക്കുന്നു. അപ്പം പഴയ ചെടികളെയൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തിയിട്ട് പുതിയ ചട്ടിയിലോട്ടൊക്കെ ഒരാക്കുന്ന വീഡിയോ ആണ്. അപ്പം വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ ഗ്രോബാഗുകളൊക്കെ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minislife.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നടാൻ പോകുന്ന ചെടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണാടി ചെടികളാണ്. അപ്പോൾ കണ്ണാടി ചെടികൾ നമ്മൾ നേരത്തെ നട്ടിരുന്നതൊക്കെ നല്ല നീളമൊക്കെ വെച്ചു, അതിനെ പ്രൂൺ ചെയ്ത് നിർത്തേണ്ട സമയമൊക്കെ ആയി. വേറെ മാറ്റി നടണം, പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇത് നഷ്ടപ്പെടാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനെ തുടങ്ങിയാലോ. ഇപ്പം കണ്ണാടി ചെടികളാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നല്ല ഭംഗിയാണ് അതിൻ്റെ ഇലയൊക്കെ കാണാനായിട്ട്. ഇപ്പം മുറ്റത്ത് പൂക്കളില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഈ കണ്ണാടി ചെടികളുടെ പിന്നെ ഇലകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം. ഇത്രയും കലാപരമായിട്ട് ഈ ചെടിയെ ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നുവല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും, അത്ര രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചെടികളൊക്കെ ഇപ്പം വളർന്ന് ഇപ്പം ഇങ്ങനെ നീണ്ടിങ്ങനെ പോകുന്ന ഒരു സമയം. ഇപ്പോൾ ഈ ചെടിയൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ, എന്ത് രസമാണ്. ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് നോക്കി നിന്ന് പോവും. നോക്കൂ, ഒരു ഇലയ്ക്കകത്ത് തന്നെ പല പല കളറുകൾ. ഇതൊന്നും അല്ല, ഇതിൻ്റെ കുറേ വെറൈറ്റികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറേ ഉണ്ടായിരുന്നു, കുറേയൊക്കെ നഷ്ടപ്പെട്ടു. എന്നാലും ഇപ്പോൾ ഒരു 10-16 വെറൈറ്റികളുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റി നടുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് ഇലകൾ നഷ്ടപ്പെടാതെ ഒക്കെ ഇരുന്നോളൂ. നോക്കി, ഒരു ഇലയുടെ ഒരു ഷേപ്പുകളൊക്കെ കണ്ടില്ലേ, എന്ത് രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. ഇത് കണ്ടോ, നല്ല വെൽവെറ്റ് മാതിരിയാണ് നിൽക്കുന്നത്. ഇത് നോക്കിക്കേ, ഈ ഇല സ്പ്രേ പെയിൻറ്റ് ചെയ്ത മാതിരിയുണ്ട് ഇതൊക്കെ. അങ്ങനെ പല പല ചെടികൾ, ഇതൊക്കെ നല്ല രസമാണ് കാണാൻ. പിന്നെ ഇത് നോക്കിയേ, അതിന് വേറെ ഒരു ടൈപ്പ്, ഈ ഇലയുടെയൊക്കെ ഒരു ഷേപ്പ് കണ്ടോ. അപ്പോൾ ഇനി നമുക്കിനി കുറേ എണ്ണത്തിനെയൊക്കെ എടുത്തൊന്ന് മാറ്റി നമുക്ക് നടാം. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിനെ മാസം മാറി എന്നും പറയാറുണ്ട്, കാരണം ഓരോ മാസവും ഇതിൻ്റെ നിറവും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. ചെടി കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ നടേണ്ട ചട്ടികൾ നമ്മൾ ഒരുക്കി വയ്ക്കണം. അപ്പോൾ അതിനകത്ത് മണ്ണും അതേപോലെ തന്നെ വളമൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവന്ന് നടാൻ. നട്ടതിന് ശേഷം പിന്നെ അത് വെയിലത്ത് വയ്ക്കാതെ നമ്മൾ തണലത്ത് വെച്ച് ഒന്ന് വേര് പിടിച്ചതിന് ശേഷം വേണം എടുത്ത് വയ്ക്കാനായിട്ട്. അപ്പം കുറേ ചട്ടികൾ ഞാനിവിടെ നിന്ന് ഒഴിഞ്ഞിരുന്ന ചട്ടികളൊക്കെ ഇപ്പം വേനൽക്കാലവും മഴക്കാലവും ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ കുറേ ചെടികളൊക്കെ പോയവരുണ്ട്, പഴയവരെ മണ്ണ് മാറ്റിയതുണ്ട്. അങ്ങനെ കുറേ ചട്ടികൾ ഇരുന്നത് ഞാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് മണ്ണും ചാണകപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാ ചട്ടിയിലും ഞാൻ ചാണകം കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ മണ്ണ് മാന്തുന്ന എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട്, ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ കാണുമല്ലോ, നന്നായിട്ട് എല്ലാ ചട്ടിയിലെയും മണ്ണ് ഇളക്കി കൊടുക്കണം. നല്ല മിക്സായ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ചാണകമൊക്കെ പൊടിച്ചിരുന്ന നമ്മുടെ കോഴികൾ തന്നെ കേട്ടോ. ചാണകക്കൂട്ടിൽ നമ്മളെ കോഴി കൂട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കോഴി ചാണകമൊക്കെ പൊടിച്ച് അവരുടെ വയറും നിറയ്ക്കും, നമുക്ക് ചാണകവും പൊടിച്ചു വരും. അപ്പോൾ നമ്മുടെ ഈ എല്ലാ ചട്ടിയിരിക്കുന്ന മണ്ണാണ്ട് നല്ല നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിനി ബാക്കിയെല്ലാം അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ മണ്ണെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം നമ്മുടെ ചെടി കട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ചെടിയെ നമുക്ക് കട്ട് ചെയ്യാം. ഒരേ വലുപ്പത്തിൽ നമ്മളങ്ങ് കട്ട് ചെയ്യുക കേട്ടോ. ആ ഒരു ചെടി അങ്ങോട്ട് വെച്ച് തന്നെ അതിൻ്റെ അളവിനങ്ങ് കട്ട് ചെയ്താൽ മതി. കണ്ടില്ലേ, ഒരെണ്ണം കൂടെ എടുക്കാം. അപ്പം നമുക്ക് ഇതേപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം, ഓരോന്നും. അപ്പോൾ നമ്മൾ 20ഓളം ചട്ടിക്കകത്ത് നമ്മുടെ കണ്ണാടി ചെടികൾ കട്ട് ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇനി നടിയിലാണ്. വാടുന്നതിന് മുമ്പ് പെട്ടെന്ന് നടണം, കാരണം വളരെ സെൻസിറ്റീവായിട്ടുള്ള തണ്ടുകളാണല്ലോ, ഇത് പെട്ടെന്ന് വാടിപ്പോവും. അപ്പോൾ അത് നമ്മൾ നട്ടതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത്, മഴ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നടുന്ന സമയത്ത് മഴയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ തണ്ടുകൾ ഇച്ചിരി നല്ലതുപോലെ അങ്ങോട്ട് നമുക്ക് കുഴിച്ച് വയ്ക്കാം, ഇങ്ങോട്ട് വയ്ക്കാം. കാരണം ഇത് പെട്ടെന്ന് വളർന്ന് കയറി വരുമ്പോൾ ഉണ്ടല്ലോ, തണ്ടുകളൊക്കെ അങ്ങ്
പെട്ടെന്ന് വളരും. ഒരു 3 തണ്ട്, വലിയ തണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 തണ്ട് വീതം വെക്കാം. ഇതൊക്കെ നല്ല നിറം വളർന്ന് നിൽക്കുന്നതാണ്, നല്ല രസമാണ്. കൂടുതൽ വെട്ടാനില്ലാത്തതുകൊണ്ട് കുറച്ചേ വെട്ടിയുള്ളത്. അപ്പം ഇനിയെല്ലാം നമുക്ക് ഇതേപോലെ വയ്ക്കാം. ഇത് നല്ല ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഇത്. ഇനി എല്ലാം നട്ടിട്ട് കാണിക്കാമേ. അപ്പം നമ്മുടെ ചെടിയെല്ലാം നമ്മൾ നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ വേണം, സ്വല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. നമ്മൾ നട്ട കൈ കൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം. മഴയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരവും കൂടെ ഒന്ന് തളിച്ചു കൊടുത്താൽ അവർ തല നൂന്നങ്ങ് നിന്നോളും. പിന്നെ ഈ നട്ടുടനെ നമ്മൾ കൊണ്ടുവന്ന് ഒരുപാട് വെയിലത്ത് വയ്ക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇച്ചിരി ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്തു വെക്കാമെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് വളർന്നു വന്നോളും. ഇപ്പം നമ്മുടെ കണ്ണാടി ചെടികളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നട്ട് കഴിഞ്ഞു. കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അത് വളർന്നു വരുമ്പോഴായിരിക്കും അതിരസമെന്ന് പറയുന്നത്. അപ്പം അത് പിന്നെന്ന് പറഞ്ഞാൽ ഈ ചെടിയൊക്കെ വെക്കുന്നതിനിടയ്ക്ക് പുല്ലുകളൊന്നും കയറാൻ നമ്മൾ നോക്കണം. അപ്പോൾ ഇന്നലെ ഇരുന്നിട്ട് കുറേ പുല്ല് പറിച്ചാണ് ഈ സൈഡിലെല്ലാം. ഇങ്ങോട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ ദാണ്ടെ ഇതേപോലെ കുനുകുനാന്ന് നമ്മൾ പറിച്ച് എത്ര പറിച്ചാലും പിന്നെയും ഇങ്ങനെ അങ്ങോട്ട് പൊടിയായിട്ട് വളർന്നു വരും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് വേണം, ഡെയിലി നമ്മളിങ്ങനെ വെറുതെ പോച്ചകളെ നുള്ളിക്കളഞ്ഞു അവിടെ തൂത്തും ഇടാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡൻ നല്ല രസമായിരിക്കും, നമ്മുടെ മുറ്റവും നല്ലതായിരിക്കും. പിന്നെ പാമ്പോ ചേരയൊക്കെ കയറി വരുന്നു എന്നുള്ള പരാതി അങ്ങ് മാറും. അപ്പം കുറച്ചൊക്കെ നമ്മളും കൂടെ പ്രയത്നിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ വീടും പരിസരവും മുറ്റവും ഗാർഡനും പച്ചക്കറിയും എല്ലാം നല്ല വൃത്തിയായിട്ട് വളർന്നു വന്നോളും. അപ്പം ഗാർഡനിലെ ഇന്നത്തെ പണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളും ഇതേപോലെയൊക്കെ ചെയ്യുക. നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുറ്റമൊക്കെ ഇങ്ങനെ തയ്യാറാക്കി നമ്മൾ ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതേപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.